നമസ്കാരം. ഭാഗ്യം, ഗേറ്റ് തുറക്കുന്ന വിഷയം ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ട് ഇതുവരെയും വിവാദമൊന്നും ഉണ്ടായില്ല. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സാധാരണഗതിയിൽ അതിനകത്തൊരു ഗൂഢാലോചന, അഴിമതി, മറ്റ് വിഷയങ്ങൾ തുടങ്ങി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു വിഷയമായിരുന്നു. ഗേറ്റ് വേ കാർഗോ തുറക്കുമെന്ന് ഗവൺമെന്റ് ഓഗസ്റ്റ് 18-ന്. അങ്ങനെ ഒരു തീരുമാനം വന്നത് എന്തായാലും ഒരു കോൺട്രവേഴ്സിക്ക് കാരണമായില്ല. സാധാരണഗതിയിൽ കേരളത്തിൽ എന്ത് വന്നാലും ഉടനെ പ്രതിപക്ഷം ചാടി ഇറങ്ങേണ്ടതാണ്. ഇവിടെ എന്താണ്, പ്രതിപക്ഷത്തിന് വടിയൊന്നും കിട്ടിക്കാണില്ല. എന്തായാലും നിരന്തരമായ പ്രവർത്തനം നമ്മുടെ ജനങ്ങളുടെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഗേറ്റ് തുറക്കണമെന്ന ആവശ്യം കേരളത്തിലെ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർ, വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാർ ഒരാൾ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ആ സ്ഥാനത്ത് ജനങ്ങൾ, സാധാരണക്കാർ നിരന്തരം അവർക്ക് കിട്ടുന്ന വേദികളിലെല്ലാം അവർ ഉന്നയിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാവരും ആഘോഷിച്ച 1000 കപ്പൽ വന്ന ദിവസം പോലും നമ്മളും ആഘോഷിച്ചു. പക്ഷെ അതോടൊപ്പം നമ്മൾ ഈ ഒരു കയ്പ് കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ചു. ഞങ്ങൾ 1000 കപ്പൽ വന്നതിൽ സന്തോഷിക്കുന്നില്ല, ഞങ്ങൾ നിരാശരാണ്. ഗേറ്റ് തുറക്കാതെ 1000-2000 കപ്പൽ വന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള സന്ദേശം പൊതുജനങ്ങളെ മാത്രമല്ല മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചു. നമ്മുടെ സെയിലിംഗ് കമന്ററിയുടെ സ്ഥിരം പ്രേക്ഷകനും വിമാക്കിന്റെ പ്രവർത്തകനുമായ സുനിൽകുമാർ, അദ്ദേഹം കുറെ ദിവസത്തെ എഫേർട്ടിനൊടുവിലാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയത്. അങ്ങനെ നേരിട്ട് കണ്ട് അദ്ദേഹം ഈ ഗേറ്റ് തുറക്കേണ്ടതിന്റെ ആവശ്യകതയും കപ്പൽശാലയുടെ പ്രാധാന്യവും 2 നിവേദനങ്ങളാണ് അദ്ദേഹം കൈമാറിയത് മുഖ്യമന്ത്രിക്ക്. അതുൾപ്പെടെയുള്ള പല സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഓഗസ്റ്റ് 18 എന്ന് പറയുന്ന ഒരു ദിവസം വന്നിരിക്കുന്നത്. അതൊരു മധുര പ്രതികാരമായിട്ട് കൂടി നമ്മൾ കാണണം. ജൂലൈ 18-ന് 1 വർഷം തികയുന്ന ഇന്നലെ നമ്മുടെ പ്രതിഷേധം കൃത്യം 1 മാസം കഴിയുമ്പോൾ ഗേറ്റ് തുറക്കുന്നതിന് നിമിത്തമായി, കാരണമായി എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ട വിഷയമാണ്. അതേസമയത്ത് ഈ തീരുമാനത്തോട് ട്രേഡ്, എക്സിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള അവരുടെ നിരീക്ഷണം എന്താണെന്ന് നോക്കാം നമുക്ക്. ചെന്നൈ, കോയമ്പത്തൂർ രണ്ടിടത്തു നിന്നുള്ള റിപ്പോർട്ട് ഹിന്ദു പബ്ലിഷ് ചെയ്തത് ഇങ്ങനെയാണ്. അതിനകത്ത് ഒരു വരി ഇങ്ങനെയാണ്: ബീയിങ് ഏബിൾ ടു ആക്സസ് ദ ഇന്റർനാഷണൽ മദർഷിപ്പ് വയ വിഴിഞ്ഞം വുഡ് കട്ട് കാർഗോ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ബൈ ഓൾമോസ്റ്റ് ഹാഫ്. ട്രേഡ് സെയ്സ് ഇന്ന് അവര് നൽകിക്കൊണ്ടിരിക്കുന്ന ചെലവ് അല്ലെങ്കിൽ കോസ്റ്റ് അതിന്റെ നേരെ പകുതിയായി വിഴിഞ്ഞം കുറയ്ക്കുമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ പറയുന്നില്ല, അവർ പറയുന്നതാണ്. എനിക്കത് വലിയ അതിശയമായിട്ട് തോന്നുന്നു. ചെന്നൈയിലിരിക്കുന്ന കയറ്റുമതിക്കാർ, ഇറക്കുമതിക്കാർ അല്ലെങ്കിൽ ഈ രംഗത്ത് നിൽക്കുന്ന ഷിപ്പേഴ്സ്, ഫോർവേഡേഴ്സ് അവർ പറയുന്നു പകുതിയായിട്ട്, ഇന്നുള്ള കോസ്റ്റിന്റെ പകുതിയായിട്ട് കുറയുമെന്ന് പറയുന്നു. പക്ഷെ എനിക്കത് പൂർണ്ണമായും വിശ്വസിക്കാൻ തോന്നുന്നില്ല. അത്രയും ഒരു കുറവ് വരാൻ സാധ്യതയില്ല. ഞാനപ്പോൾ നമ്മുടെ ഇവിടെ 300 കണ്ടെയ്നർ ഇറക്കുമതി ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വ്യവസായിയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല. പരമാവധി 10 to 15%, 10 മുതൽ 15% വരെ കോസ്റ്റിൽ കുറവ് വന്നേക്കാം. അല്ലാതെ 50% കുറവ് വരുന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നില്ല. എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് എക്സിം കമ്മ്യൂണിറ്റി ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഈ തുറക്കുന്നത് പൂർണ്ണമായ തുറക്കലല്ല, പരിമിതികൾ നിരവധിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു നിരീക്ഷണം. നോ CFS, നോ empty yards അവൈലബിൾ. വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഇല്ല. ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലമില്ല. ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചു വെക്കാൻ വാർഫ് മുഴുവൻ ഉള്ളപ്പോൾ പിന്നെ വേറൊരു empty യാർഡിന്റെ ആവശ്യമുണ്ടോ? എന്തായാലും
പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് എംടി യാർഡ് പ്രത്യേകം വേണം. അത് നമുക്കില്ല. ഹെൻസ് ഓൺലി ICD സ്റ്റഫ്ഡ് ഇൻലൻഡ് കണ്ടെയ്നർ ഡിപ്പോ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ക്ലിയറൻസോടെ പ്രവർത്തിക്കുന്ന ഉൾനാടുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ ഉണ്ടാവാം, ചെന്നൈയിലുണ്ടാവാം, തൂത്തുക്കുടിയിലുണ്ടാവാം, കൊച്ചിയിലുണ്ടാവാം. അവിടെയുള്ള ICD എന്ന് സ്റ്റഫ് ചെയ്ത് കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾക്ക് മാത്രമേ, ഹെൻസ് ഓൺലി ICD സ്റ്റഫ്ഡ് ആൻഡ് ഡയറക്റ്റ് പോർട്ട് ഡെലിവറി കസ്റ്റമേഴ്സ് ക്യാൻ ഡു ട്രാൻസാക്ഷൻസ്. എല്ലാവർക്കും ഈ ഗേറ്റ് തുറക്കുന്നത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ICDയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് വരുന്നവർക്കും, അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് അയക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ ലെസ് ദാൻ എ കണ്ടെയ്നർ എന്ന് പറയും, ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളവർക്ക് പൂർണ്ണമായും പോർട്ടിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്താൻ ഇപ്പോഴും കഴിയില്ല എന്നാണ് അവരുടെ ഒരു നിരീക്ഷണം. താരിഫ് ടു ബി പബ്ലിഷ്ഡ് ഫോർ എക്സിം. ഇതുവരെയും എന്താണ് ഇവിടെ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതിയുടെ നിരക്കെന്ന് MSC ആണ് പറയേണ്ടത്. ഇപ്പൊ MSC മാത്രം ഉള്ളതുകൊണ്ട് അവരെങ്കിലും പറയണം, അവരിതുവരെ പറഞ്ഞിട്ടില്ല. ഡൊമസ്റ്റിക് കാർഗോ മൂവ്മെന്റ്സ് ആർ നോട്ട് അനൗൺസ്ഡ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കയറ്റി ഗുജറാത്തിലോട്ടോ വിശാഖപട്ടണത്തോട്ടോ കൊൽക്കത്തയിലോട്ടോ ഒക്കെ പോകുന്നതിന്റെ നിരക്കും ഡൊമസ്റ്റിക് കാർഗോ മൂവ്മെന്റ്സ് ആർ നോട്ട്, നിരക്കല്ല, അതിന്റെ ഡീറ്റെയിൽസും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ഔദ്യോഗിക വേർഷൻ അതിന്റെ മറുപടിയായിട്ട് കിട്ടിയത്, ഏർലിയർ ഗുഡ്സ് വർ സ്റ്റഫ്ഡ് ആൻഡ് ഡീസ്റ്റഫ്ഡ് ഇൻസൈഡ് എ പോർട്ട്. ഇതെല്ലാം തുടക്കത്തിൽ ആദ്യകാലങ്ങളിലെല്ലാം പോർട്ടിനകത്ത് വെച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കണ്ടെയ്നറിനകത്ത് കയറ്റുന്നതും കണ്ടെയ്നറിനെ പുറത്തിറക്കുന്നതും കസ്റ്റംസ് പരിശോധനയും എല്ലാം പോർട്ടിനകത്തായിരുന്നു. നൗ ഓൾ ദീസ് ആർ ടേക്കൺ ടു CFS. ഇതെല്ലാം, ഈ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനിലോട്ട് പോയി. ഇപ്പോൾ പോർട്ടിനകത്തതൊന്നും നടക്കുന്നില്ല. ദർ ഇസ് നോ CFS ഫോർ വിഴിഞ്ഞം പോർട്ട് യെറ്റ്. ഇപ്പോഴും ആദ്യത്തെ കപ്പൽ വന്ന് 2 വർഷം കഴിഞ്ഞിട്ടും ഒരു CFS വിഴിഞ്ഞത്ത് ഇപ്പോഴും ഇല്ല. ആരാണ് ഉത്തരം പറയേണ്ടത്? 10 വർഷം ഭരിച്ചവരാണ് ഉത്തരം പറയേണ്ടത്. സോ ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ്. ഇപ്പോഴും കുറച്ച് പരിമിതികൾ നമുക്കുണ്ട്. ഗേറ്റ് തുറന്നാലും ആ പരിമിതികൾ കുറച്ചു നാളത്തേക്ക് കൂടി തുടരും. ദാറ്റ് വിൽ ബി മാനേജ്ഡ് ഇൻ 3 months once CFS come. ഒരു 3 മാസത്തിനകം അത്തരം പ്രശ്നങ്ങളും പരിഹരിക്കും. 3 parties have started work for building CFS. തുറമുഖത്തിന് ചുറ്റുമായിട്ട് 3 പേർ CFSന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള നടപടികൾ തുടങ്ങി എന്നാണ് ഔദ്യോഗിക വെർഷൻ. ഈ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിസ്മരിക്കരുത്. ഗേറ്റ് ഓൾറെഡി തുറന്നെന്നാണ് LDF ഗവൺമെന്റ് അവകാശപ്പെട്ടത്. 24/1/26 അതിന്റെ ഉദ്ഘാടനവും നടന്നു. ഗേറ്റ് തുറന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. LDF ഗവൺമെന്റിന്റെ അവരുടെ മുഖപത്രം എഴുതിയത് എങ്ങനെയാണെന്നറിയാമോ? 20/1/26 അവരെഴുതിയത്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ശനിയാഴ്ച എന്ന് പറഞ്ഞ 24 ഉദ്ഘാടനം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ശനിയാഴ്ച എക്സിം കാർഗോ സേവനം ആരംഭിക്കുന്നതോടെ, എവിടെ? 24/1/26 ആരംഭിക്കുന്നതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കയറ്റുമതിക്കായി ചരക്ക് എത്തിത്തുടങ്ങും. കഴിഞ്ഞ ജനുവരിയിലെ കാര്യമാണ്. എവിടെ നിന്നൊക്കെയാണ്? കോയമ്പത്തൂർ, തിരുപ്പൂർ, ആലപ്പുഴ, കൊച്ചി, കൊല്ലം, കുടക് എന്നീ പ്രദേശങ്ങളിൽ നിന്നെല്ലാം 24/1/26 ട്രക്കുകൾ വന്നു തുടങ്ങും എന്നാണ് നേരത്തെ അറിയാൻ എഴുതി വെച്ചത്. അവർ ഉദ്ഘാടനം ചെയ്ത അതേ ഗേറ്റാണ് ഓഗസ്റ്റ് 18 വീണ്ടും UDF ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് കടന്നുപോയ സർക്കാരിന്റെ ഈ പ്രവൃത്തി നമ്മൾ ഈ സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. ഇനി വളരെ കൗതുകകരമായ 2 കാഴ്ചകളാണ്. നമ്മുടെ ഗേറ്റ് തുറക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഗേറ്റ് കടന്നു വരുന്ന കണ്ടെയ്നറുകൾ എങ്ങനെയായിരിക്കും പോവുക? നിലവിലുള്ള സാഹചര്യത്തിൽ കണ്ടെയ്നറുകൾ എങ്ങനെയായിരിക്കും പോവുക? അത് ഓടിയാൻ ബുദ്ധിമുട്ടാണോ? വണ്ടികൾ ഇതുവഴി പോകുന്നു. അല്ല, ഇപ്പൊ കാർഗോ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാ? കാർഗോ പുറത്തേക്ക് പോകുമ്പോ അപ്പുറത്തോടെ അല്ല, ഈ ഭാഗത്തേക്ക് പോകുമ്പോഴോ? ആ, ഈ സ്ഥലമായിട്ട് എടുക്കണം അല്ലേ?
കടലൊന്നുമില്ലാത്ത ഹൈദരാബാദിലൂടെ ഒരു കണ്ടെയ്നർ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുകൂടി നമുക്ക് കാണാം.